നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ആനപ്പേടിയിൽ അണപൊട്ടി ജനരോഷം. കുത്തനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ എനിക്ക് പറ്റില്ല. സംസ്ഥാനത്ത് കാട്ടാനയാക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. ഇടുക്കി കാഞ്ഞിരവേലി സ്വദേശി ഇന്ദിരയാണ് മരിച്ചത്. വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് രാമകൃഷ്ണന് ഭക്ഷണവുമായി പോകും വഴിയാണ് 71 വയസ്സുള്ള ഇന്ദിര ഒറ്റയാന് മുന്നിൽപ്പെട്ടത്. ഇന്ദിരയെ ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ച് വീഴ്ത്തിയെന്ന് നാട്ടുകാർ. ഗുരുതരമായി പരിക്കേറ്റ ഇന്ദിരയെ കോതമംഗലത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടമായി. കാട്ടാനാക്രമണം നേരിൽ കണ്ട അയൽവാസി സൂസന് ഭയം വിട്ടുമാറിയിട്ടില്ല. ആനയുടെ നാലുകാലിലുണ്ട് ഇന്ദിരാമ്മേനെ ചവിട്ടിയിട്ടിട്ട് ആന ഇങ്ങോട്ട് കടന്നു വന്ന് തിരിഞ്ഞു ചെന്ന ആന കുത്തി, കൊലവിളിയും വിളിച്ച ആന കുത്തനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാൻ എന്ത് ചെയ്യും. പ്രദേശത്ത് കാട്ടാനാക്രമണം സ്ഥിരമാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ തുരത്തിയാൽ പുഴ കടന്ന് അക്കരയിലേക്ക് പോകും. അവിടെയും ആൾതാമസമുള്ള സ്ഥലം. അവിടെ നിന്ന് തുരത്തിയാൽ ആന വീണ്ടും ഇക്കരയെത്തും. ആനശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. സ്ഥലത്ത് വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന വിമർശനം ശക്തമാണ്. ഫോറസ്റ്റുകാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അവർക്ക് ഇവിടെ ഓഫീസിൽ ഇരുന്ന് ശമ്പളം മേടിക്കുക, വടകരയിലുള്ള കാശ് പുറകെ എന്തെങ്കിലും ചെയ്യുക, കച്ചവടമായി അതായത് ഇങ്ങനെ കച്ചവടം ചെയ്ത് അവർക്കൊക്കെ നടക്കുക. ഈ ഫോറസ്റ്റുകാർ ഇതിനെപ്പറ്റി ഒരു കാരണം അന്വേഷിക്കണോ ഒന്നും ചെയ്യണില്ല. ഈ വനത്തിൽ ഉണ്ടെങ്കിൽ മൃഗങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ ആ ഫോറസ്റ്റുകാർ അതിൻ്റെ നടപടി അവർ ജോലിക്കാരെ നോക്കണം. രാവിലെ 8 മണിയോടെയാണ് കൊലയാളി ആന കാഞ്ഞിരവേലിയിൽ ഇറങ്ങുന്നത്. ആനയുണ്ടെന്നറിയിച്ചിട്ടും ഈ ഓഫീസിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഹരീഷിനും സുനിലിനുമൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. നേര്യമംഗലത്ത് കാട്ടാനയാക്രമണത്തിൽ 78കാരി കൊല്ലപ്പെട്ടതിനു പിന്നാലെ കോതമംഗലത്ത് കണ്ടത് നാടകീയ രംഗങ്ങൾ. എംപിയുടെയും MLAയുടെയും നേതൃത്വത്തിൽ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കോതമംഗലം ടൗണിൽ പ്രതിഷേധിച്ചു. ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസുമായി ഏറ്റുമുട്ടി. മൃതദേഹം ആശുപത്രിയിലെത്തിച്ചപ്പോൾ തുടങ്ങിയ തർക്കം ഒടുവിൽ ജനപ്രതിനിധികളെത്തിയതോടെ പ്രതിഷേധത്തിലേക്ക്. മന്ത്രിമാരോ ഉന്നത ഉദ്യോഗസ്ഥരോ എത്താതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ലെന്നായതോടെ പോലീസ് ബലം പ്രയോഗിച്ചു. മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായി പുറത്തിറക്കി പ്രതിഷേധ പ്രകടനമായി കോതമംഗലം ടൗണിലേക്ക്. തടയാൻ ശ്രമിച്ച പോലീസും കോൺഗ്രസ് പ്രവർത്തകരുമായി ഉന്തും തള്ളും. നാല് മണിക്കൂറോളം മൃതദേഹവുമായി നഗരമധ്യത്തിൽ പ്രതിഷേധം. ഇതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നൽകുന്നതാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ജനപ്രതിനിധികൾ, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതും സമൂഹത്തിൽ അത്തരം സന്ദേശം നൽകേണ്ട ആളുകൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. ഇതിനിടെ മന്ത്രിമാരായ P രാജീവ്, റോഷി അഗസ്റ്റിൻ, കളക്ടർ, SP എന്നിവർ ആശുപത്രിയിലെത്തി. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സമരപ്പന്തൽ പൊളിച്ചു. മൃതദേഹം പിടിച്ചെടുത്ത് ബലമായി ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 24 ഇടുക്കി. പാലക്കാട് ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ആന. പട്ടാമ്പി നേർച്ചയ്ക്കെത്തിച്ച അക്കരമേൽ മുത്തുവാണ് പാപ്പാൻ ചായ കുടിക്കാൻ പോയപ്പോൾ ഇറങ്ങിയോടിയത്. ആനയുടെ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പശു ചത്തു. എലഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനയെ ശാന്തനാക്കിയത്. പാലക്കാട് തിരുനെല്ലായ്ക്ക് സമീപം വടക്കുമുറിയിൽ ഡ്രൈവർ ചായ കുടിക്കാൻ ലോറി നിർത്തിയപ്പോഴാണ് ആന ഇറങ്ങിയോടിയത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഇരുട്ടായതിനാൽ ആനയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വടക്കമുറി പമ്പിൻ്റെ ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ആന ഇറങ്ങി ഓടി വന്നതെന്ന് പറയാനായിട്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരാളുടെ മാടിൻ്റെ തൊഴുത്ത് പൊളിച്ചിട്ടുണ്ട്. ഒരു മാട്ടുകുട്ടി ചത്തിട്ടുണ്ട്. ഇറങ്ങി ഓടിയ ആന പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. നിരവധി വീടുകൾക്കും കടകൾക്കും ആന കേടുപാട് വരുത്തിയിട്ടുണ്ട്.
ആടുമേയ്ക്കാൻ പോയ തമിഴ്നാട് സ്വദേശിക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കലാധരൻ എന്നയാളുടെ വീട്ടിലെ പശുവിനെ ആന ആക്രമിച്ചു. ഒരു കിടാവിനെ ചവിട്ടിക്കൊന്നു. ഞങ്ങളൊരു 6 മണി 6:05 6:10 ഉള്ളിലാണ് ആന കണ്ടത്. ഞങ്ങൾ പാല് കറന്ന് പാൽ ഒഴിക്കാൻ പോകുമ്പോഴേ പറഞ്ഞ ആന വരണ്ട് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങൾ പോയി പാലൊക്കെ ഒഴിച്ച് വീട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് നോക്കണം. ആന ഇതിലേ വന്നു. ഞങ്ങൾ വെളിയിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ ഇതിൽ കടന്നു വന്നു. ഇവിടുത്തെ വെള്ളം കുടിച്ചു. ആ പാത്രത്തിനൊക്കെ തട്ടിമറിച്ച് തിരിഞ്ഞിങ്ങടെ തൊഴുത്തിന് തട്ടി. അത് കണ്ട് പേടിച്ച് മാട് വെളിയിലേക്ക് പോയി, കുറ്റിയോടെ പൊഴങ്ങിപ്പോയി. അപ്പം ഞങ്ങളിത് നോക്കണില്ല, കുട്ടി മാട് പോയതൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആന പോയ ശേഷമാണ് നോക്കാൻ പറ്റുന്നപ്പോഴാണ് മാടിനെ നോക്കുന്നത്. മാടിൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയി, കുട്ടി ചത്തുപോയി. 3.5 മണിക്കൂർ പിന്നിട്ട് 7:30ഓടെയാണ് അമ്പാട്ടു ഭാഗത്തെ പറമ്പിൽ ആനയെ കണ്ടെത്തിയത്. തുടർന്ന് എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും പാപ്പാന്മാരും ചേർന്നാണ് ആനയെ തളച്ചത്. ഇതിനിടെ പട്ടാമ്പി ദേശീയോത്സവ ആഘോഷത്തിനിടെ സംഘർഷത്തിലേർപ്പെട്ടവർ ആനയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദേശീയോത്സവത്തിലെ ടീം കാസിനോ, ടീം കമാൻഡോസ് എന്നിവർ തമ്മിലായിരുന്നു സംഘർഷം. കാസിനോ ടീം അംഗം ആനയെ ആക്രമിക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. ഈ സംഘർഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. 24 പാലക്കാട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇന്നും പ്രതിഷേധം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ പോലീസ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തി. വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പോലീസ് വ്യക്തമാക്കി. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, വിശദാംശങ്ങൾ. ഉന്മേഷ്, നേരത്തെ മർദ്ദനം, അതോടൊപ്പം തന്നെ തടഞ്ഞു വെക്കൽ, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീടുള്ള അന്വേഷണ വഴികളിലാണ് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. 120B, അതായത് ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് ചുമത്തിയിരിക്കുകയാണ് പോലീസ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ സിദ്ധാർത്ഥ് 15-ാം തീയതിയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ വീട്ടിലേക്ക് പോകുന്ന സിദ്ധാർത്ഥിനെ മടക്കി വിളിക്കുകയാണ് ഉണ്ടായത്. ശരി സുജിത്ത്, ഏതായാലും ഇപ്പോൾ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ JS സിദ്ധാർത്ഥന്റെ പിതാവിന്റെ പ്രതികരണം വരുന്നു. തത്സമയ സംപ്രേഷണം. CBI അന്വേഷണം ഇപ്പം പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കാര്യം എന്നെക്കാളും നല്ലവണ്ണം അവർക്കറിയാം, അവർ ഈ ഫീൽഡിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി ആദ്യമേ അത് ആവശ്യപ്പെട്ടത്. കാര്യം എന്റെ കുടുംബത്തിലും എനിക്ക് ഇതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം. അതുകൊണ്ട് വലിയ അറിവില്ല ഇതിനെക്കുറിച്ച്. അവരൊക്കെ ഈ പൊളിറ്റീഷ്യനല്ലേ, ഏത് രീതിയിൽ പോകുന്നുള്ള കാര്യം നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ആവശ്യപ്പെട്ടത്. അത് നല്ലൊരു കാര്യം. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിന്റെ പേപ്പർ മൂവ് ചെയ്യണോ കാര്യമാണോ എന്ന് വേണ്ടത് ഉടനെ തന്നെ ഉണ്ടാവും. അത് തീരുമാനം കൊടുക്കണമോ വേണ്ടോ എന്നുള്ളത്. JS സിദ്ധാർത്ഥന്റെ പിതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വൻ സംഘർഷം. പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് KSUവും MSF നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. മാർച്ചിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി KSUവും MSFും. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുറ്റപ്പെടുത്തൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലേക്ക് KSU നടത്തിയ മാർച്ച് വൻ സംഘർഷത്തിന് വഴിമാറി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്തിരിഞ്ഞില്ല. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമം. ഇതിനിടെ പോലീസ് ലാത്തി വീശി, ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ലാത്തിച്ചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രവർത്തകരുടെ വക പോലീസിന് നേരെ കല്ലേറ്. പലരെയും പോലീസ് വളഞ്ഞിട്ട് തല്ലി. MSF പ്രത്യേകം പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചതെങ്കിലും സംഘർഷമായതോടെ KSU MSF സംയുക്ത സമരമായി മാറി.
കുറ്റവാളികളെ സംരക്ഷിക്കാൻ മുൻ MLA-യും CPIM നേതാവുമായ CK ശശീന്ദ്രൻ ഇടപെട്ടുവെന്നാരോപിച്ച് രമേശ് ചെന്നിത്തല. ആരോപണം തള്ളി CK ശശീന്ദ്രൻ. പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാര്യാടാണ് ഉണ്ടായിരുന്നത്. വാര്യാടിൽ തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില രക്ഷകർത്താക്കളും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് തിരിച്ചു പോരുകയല്ലാതെ വേറൊരു കാര്യം ഉണ്ടായിട്ടില്ല. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കുക, അന്വേഷണം CBIയെ ഏൽപ്പിക്കുക എന്നിവയാണ് ആവശ്യം. 24 വയനാട്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. പ്രതിസ്ഥാനത്തുള്ള എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. പ്രതികളെ രക്ഷിക്കാൻ CPIM വ്യഗ്രത കാണിക്കുന്നുവെന്ന് K മുരളീധരൻ MP കുറ്റപ്പെടുത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ JS സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. കത്ത് കൊടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. മരണത്തിന് ഉത്തരവാദികളായ പ്രതികളെ സംരക്ഷിക്കാൻ CPIM ശ്രമിക്കുന്നുവെന്ന് K മുരളീധരൻ MP. ഞാൻ പറയുന്ന ആത്മഹത്യയല്ല, തല്ലിക്കൊന്നതാണ്. അരിയിൽ ഷുക്കൂറിനെ കൊന്ന പോലെ തന്നെ തല്ലിക്കൊന്നാണ് ആ കുട്ടീനെ. ഓരോ ദിവസവും ഓരോ തെളിവ് വരികയാണ്. പക്ഷേ പ്രതികളെ രക്ഷിക്കാനുള്ള കാര്യത്തിൽ കൂടുതൽ വ്യഗ്രത മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുകയാണ്. നിലവിലെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തരാണെങ്കിലും ഡീൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്നും അറസ്റ്റിലായവർക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തണമെന്നുമാണ് ആവശ്യം. വൈകാതെ നടപടി ഉണ്ടായില്ലെങ്കിൽ മറ്റ് ഏജൻസികളെ സമീപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ SFI പ്രവർത്തകർ ഉൾപ്പെടെ 5 പേർക്കെതിരെ നടപടി. കോളേജ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൊയിലാണ്ടി R. ശങ്കർ മെമ്മോറിയൽ SNDP കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി അമലിന് മർദ്ദനമേറ്റ സംഭവത്തിലാണ് നടപടി. അമൽ പ്രിൻസിപ്പലിന് നൽകിയ പരാതിയിൽ കോളേജ് ചെയർമാൻ R. അഭയകൃഷ്ണ, കോളേജ് യൂണിയൻ സെക്രട്ടറി AR. അനുനാഥ് എന്നിവരെയും നേരത്തെ അനുനാഥിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷഫാഖ്, ആദിത്യൻ, ആദർശ് എന്നിവർക്കെതിരെയുമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ CP സുജേഷ് നടപടി സ്വീകരിച്ചത്. റാഗിംഗ് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ആന്റി റാഗിംഗ് വിഭാഗം അന്വേഷിക്കുമെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊത്തം പരാതികളുടെ സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടി കോളേജ് തലത്തിൽ ഒരു എൻക്വയറി കമ്മീഷൻ രൂപീകരിച്ചു. റാഗിംഗ് പരാമർശമുള്ളതുകൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് റാഗിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണത്തിനായി ആൻറ്റി റാഗിംഗ് കമ്മിറ്റിക്ക് ഈ പരാതികളെല്ലാം റെഫർ ചെയ്തു. അമലിന്റെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അഭയകൃഷ്ണ, നവജോത്, അനുനാഥ്, അഭിനന്ദ് എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആദ്യ 4 പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 24 കോഴിക്കോട്. ശമ്പള പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായില്ല. ബജറ്റ് തയ്യാറാക്കിയ ജീവനക്കാർക്കുള്ള വിരുന്നിനെത്തിയ ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ പ്രതിഷേധം. ശമ്പള വിതരണം പ്രതിസന്ധിയിൽ ആയത് ചൂണ്ടിക്കാട്ടിയാണ് തൈക്കാട് ഗസ്റ്റ് ഹൌസിലെത്തിയ മന്ത്രിക്ക് നേരെ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഒരു ദിവസം പിൻവലിക്കുന്നതിന് 50,000 രൂപ പരിധി വെച്ച് ശമ്പളം നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധി 3 ദിവസം കൂടി തുടരും. നിയന്ത്രണങ്ങളോടെയാണെങ്കിലും 3 ദിവസം കൊണ്ട് മുടങ്ങിയ ശമ്പള വിതരണം പൂർത്തിയാക്കുമെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. കഴിഞ്ഞ ദിവസം പെൻഷൻ്റെ കുറേ മിക്കവാറും ആളുകൾക്ക് കിട്ടി. പിന്നെ അക്കൗണ്ട് വഴിയും ഒക്കെയുള്ള പെൻഷൻ്റെ ട്രഷറി അക്കൗണ്ടിൻ്റെയൊക്കെ ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇന്നു മുതൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോകേണ്ട പണം അടുത്ത ദിവസങ്ങളിൽ പോകും. പിൻവലിക്കാവുന്ന പണത്തിന് പരിധി നിശ്ചയിച്ചത് ശമ്പളത്തിനും പെൻഷനുമാണെന്ന് ധനമന്ത്രി വിശദീകരിച്ചെങ്കിലും ട്രഷറിയിലെ നിയന്ത്രണം കടുപ്പിച്ചു. 50,000 രൂപയിൽ കൂടുതൽ പണമായി ട്രഷറികളിലെ കൗണ്ടർ വഴിയും ലഭിക്കില്ല. ഇത് നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതിനും ബാധകമാണ്. ഒരുമിച്ച് ബൾക്കായിട്ട് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഹൈവേ ഇതിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്തിട്ട് ചില പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ലിമിറ്റ്, ഒരു 50,000-ൻ്റെയൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഒരു ദിവസം വിഡ്രോ ചെയ്യുന്നതിൻ്റെ തരത്തിലേക്ക് ഒരു ലിമിറ്റ് വരും. അല്ലെങ്കിൽ ഒരുമിച്ച് ഈ വിഡ്രോ ബാങ്കുകളിലൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഒരുമിച്ച് ഇത് വരുമ്പോൾ അതനുസരിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ് കാര്യങ്ങൾ. ആദ്യ ദിവസം ശമ്പളം മുടങ്ങിയത് സാങ്കേതിക പ്രശ്നമാണെന്ന് ആവർത്തിക്കുമ്പോഴും ഇപ്പോഴത്തെ നിയന്ത്രണം പണലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് ധനവകുപ്പ് അംഗീകരിക്കുന്നുണ്ട്. ധനമന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ ദുർഭരണത്തിന്റെ ബാക്കി പത്രമാണ് ഈ ഖജനാവ്. അതുകൊണ്ട്
നിരന്തരമായ സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ധനമന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ശമ്പള പ്രതിസന്ധിക്കിടെ ബജറ്റ് തയ്യാറാക്കിയ ജീവനക്കാർക്കൊരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ തൈക്കാട് ഗസ്റ്റ് ഹൌസിലെത്തിയ ധനമന്ത്രിക്ക് നേരെ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ജീവനക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചകൾ നാളെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള കേന്ദ്ര സമിതി യോഗങ്ങൾക്ക് തയ്യാറെടുത്ത് കോൺഗ്രസ്. കേരളത്തിന്റെ പട്ടിക വ്യാഴാഴ്ച ചർച്ച ചെയ്യും. പ്രിയങ്ക ഗാന്ധിയെ ദാമനാൻ ദ്വീപിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് നീക്കം. P. ചിദംബരം അധ്യക്ഷനായ മാനിഫെസ്റ്റോ കമ്മിറ്റി ഇന്ന് രാത്രി യോഗം ചേരും. ഈ മാസം 7-ന് ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗങ്ങൾ 3 ദിവസത്തിനകം പൂർത്തിയാക്കി 10-ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. സ്ക്രീനിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ വ്യാഴാഴ്ചയാകും ചർച്ച. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കും. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് സൂചന നൽകി ദാമനാൻ ദിയോ PCC രംഗത്തെത്തി. ഹൈക്കമാൻഡ് നിർദ്ദേശത്തോടെ വിവരശേഖരണം ആരംഭിച്ചതായി PCC അധ്യക്ഷൻ അറിയിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദക്ഷിണ ഗുജറാത്തിലും സൗരാഷ്ട്ര മേഖലയിലും ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രകടന പത്രിക പുറത്തിറക്കുന്നതിന് മുന്നോടിയായി P. ചിദംബരത്തിന്റെ അധ്യക്ഷതയിലുള്ള സമിതി വൈകിട്ട് യോഗം ചേരും. ജർമ്മൻ മാതൃകയിൽ അപ്രന്റീസ്ഷിപ്പ്, കർഷക വോട്ടുകളെ ഉന്നം വെച്ച് താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ്, ജാതി സെൻസസ്, ചോദ്യപേപ്പർ ചോർന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപരിഹാരം എന്നിവയാകും കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അടുത്തയാഴ്ചയാകും കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കുക. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി BJP. മഹാരാഷ്ട്ര, ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ചർച്ചകൾ. ഒന്നാംഘട്ട പട്ടികയ്ക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ വിമത നീക്കങ്ങൾ സജീവമാണ്. രാജസ്ഥാനിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് MP റാം സിംഗ് കസ്വാൻ കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ വികസിത് ഭാരത് സങ്കൽപ് 2047 അജണ്ടയാക്കി പ്രചരണം പരമാവധി കൊഴിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. വരുന്ന 10 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാടും തെലങ്കാനയും ബംഗാളും അടക്കം 12 സംസ്ഥാനങ്ങളിൽ പ്രചാരണ റാലികൾ നടത്തും. മഹാരാഷ്ട്രയിൽ NCP, ശിവസേന എന്നിവരുമായും ബീഹാറിൽ JDUവുമായും സീറ്റ് ധാരണയായാൽ ഉടൻ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമരൂപമാകും. അതേസമയം ഒന്നാംഘട്ട പട്ടികയ്ക്ക് പിന്നാലെ മുതിർന്ന നേതാവ് ഡോക്ടർ ഹർഷവർദ്ധൻ റാത്തോഡ് സജീവ രാഷ്ട്രീയം വിടുകയും പവൻ സിംഗ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയതിലൂടെ ഉണ്ടായ തിരിച്ചടികൾക്ക് പിന്നാലെ രാജസ്ഥാനിലെ വിമത നീക്കങ്ങൾ BJPക്ക് തലവേദനയാകുന്നു. ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട ചുരു സിറ്റിംഗ് MPയും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായ രാം സിംഗ് നേരിമംഗലത്ത് പ്രതിഷേധം. അവിടെ കാട്ടാന ആക്രമണത്തിൽ രാവിലെ വയോധിക മരിച്ചിരുന്നു. അവിടെയാണിപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അതിനിടയിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വിവരങ്ങൾ. കല്ലുകളിലേക്ക് പോകുന്ന ഭാഗത്ത് ആ വഴിയിൽ നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. മൃതദേഹം ഇവിടെ ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ ഇറക്കി വെച്ച് പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു തടയൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ വാഹനം വന്ന സമയത്ത് മൃതദേഹമായി വന്ന സമയത്ത് ഒരു തടയലുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ അവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. പോലീസുമായും നാട്ടുകാരുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും ആ ഉന്തും തള്ളും ഉണ്ടാകുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതാണ്. പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും പോലീസ് പ്രവർത്തകർ ഉൾപ്പെടെ അവരുമായി ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഇവിടെ പ്രശ്നമൊന്നുമില്ല.
നേരിമംഗലത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധിക ഇന്ദിരയുടെ മൃതദേഹം അവിടേക്ക് എത്തിക്കുമ്പോഴാണ് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. വാഹനം തടയാൻ നാട്ടുകാർ ശ്രമിച്ചു. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പ്രതിഷേധം നടക്കുകയാണല്ലോ. ഉന്മേഷ്, ഇപ്പോഴും പ്രതിഷേധം നടക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ ഈ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുമായി വലിയ വാക്കേറ്റം ഉണ്ടാകുന്നു, വലിയ തർക്കമുണ്ടാകുന്നു. മൃതദേഹം ഇവിടെ ഇറക്കി വെച്ച് പ്രതിഷേധിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അതെന്തായാലും പോലീസ് അനുവദിച്ചില്ല. വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഈ സൂചന ലഭിച്ചപ്പോൾ തന്നെ ഇവിടെ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തന്നെ കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലും ഒരു തടസ്സമുണ്ടാകാതെ മൃതദേഹം വീട്ടിലേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ആംബുലൻസിൽ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും വലിയ വാഹനം ഉപയോഗിച്ചുകൊണ്ട് വാഹനം മുൻപോട്ടെടുക്കുകയാണ്. അതിനിടയിൽ നിന്ന് ആളുകൾ സ്വാഭാവികമായിട്ടും മാറുകയും ചെയ്യും എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉന്തും തള്ളും വഴിയിൽ, അതായത് നേരിമംഗലം നിന്ന് കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ്. ഈ വഴിയിലായിരുന്നു നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നത്. ഒപ്പം കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനുമില്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ ആളുകൾ, നാട്ടുകാർ അവരുടെ വൈകാരിക പ്രകടനം ഇവിടെ നടത്തിയപ്പോൾ അത് ഒരു വലിയ ഉന്തും തള്ളിലേക്കും പോലീസുകാർ ഇടപെട്ട് ഒരു ഉന്തിലും തള്ളിലേക്കുമൊക്കെ നീങ്ങിയതോടെ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങോട്ടേക്ക് ഇടപെടുകയായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധമാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയാനുള്ളത്. ഉന്മേഷ്, എന്തായാലും അത് ഒരു വിധത്തിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മൃതദേഹം എന്തായാലും ഇവിടെ നിന്ന് ഇന്ദിരയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധമാണ് നേരിമംഗലത്ത് കണ്ടത്. രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധിക ഇന്ദിര കൊല്ലപ്പെട്ടത്. പൂവകൃഷിയുടെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് പറമ്പിൽ നിൽക്കുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ കോതമംഗലം ടൗണിൽ നമ്മൾ കണ്ടതാണ്. മൃതദേഹം ബലമായി ആശുപത്രിയിൽ നിന്ന് പിടിച്ചിറക്കി റോഡിൽ കൊണ്ടുവന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് മൃതദേഹം മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. മൃതദേഹവുമായി വീട്ടിലേക്ക് ആംബുലൻസ് എത്തുമ്പോഴാണ് നേരിമംഗലത്ത് വെച്ച് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉണ്ടായത്. വാഹനം തടയാൻ പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. പോലീസ് അവരെ പിടിച്ചു മാറ്റുകയായിരുന്നു. ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ഏറെക്കുറെ ശാന്തമാണ്. പോലീസ് അവിടേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി PC ജോർജുമായി കൂടിക്കാഴ്ച നടത്തി. പിണക്കം മാധ്യമ സൃഷ്ടിയാണെന്നും PC ജോർജിന്റെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും അനിൽ കെ ആന്റണി പ്രതികരിച്ചു. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് വൈസ് ചാൻസലർ. പോസ്റ്ററുകളിലോ ബാനറുകളിലോ പേര് ഉപയോഗിക്കുന്നതിന് വിലക്ക്. കോഴക്കേസിൽപ്പെട്ട ജനപ്രതിനിധികൾക്ക് നിയമപരിരക്ഷ ഇല്ല എന്ന് സുപ്രീം കോടതി. വിചാരണ നേരിടേണ്ട എന്ന 1998 ഉത്തരവ് റദ്ദാക്കി 7-അംഗ ഭരണഘടനാ ബെഞ്ച്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വേദനയുമായി എത്തിയ യുവതിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം. തിരുവനന്തപുരം പേട്ടയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി ഹസൻകുട്ടിക്കെതിരെ വധശ്രമം, പോക്സോ വകുപ്പുകൾ ചുമത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി സംഭവിച്ചത് കാണാം. അനുജ രാജേഷ് എത്തും. നമസ്കാരം.